വടക്കേ ഇന്ത്യയിൽ അവിടെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതും പള്ളികൾ പൊളിക്കുന്നതും താമസിക്കാൻ വീടില്ലെന്നും ഒക്കെ പറഞ്ഞ് പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, ആദിവാസികൾക്ക് അല്ലെങ്കിൽ SC ST പെട്ട ആൾക്കാർക്ക് ഭൂമിയില്ല. ആദിവാസികൾ സ്വന്തമായിട്ട് പട്ടയമില്ല. എപ്പോൾ വേണേലും ഇറക്കി വിടാം. സെറ്റിൽമെൻറ്റ് കോളനികളാൽ പോലും ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ, പീരുമേടി അംബേദ്കർ കോളനി എന്നും പറഞ്ഞൊരു കോളനി സ്ഥാപിച്ചിട്ട് അത് മൊത്തം അവിടുത്തെ എസ്റ്റേറ്റ് മുതലാളി നാട്ടുകാരോടൊക്കെ ചേർന്ന് അടിച്ചു പൊട്ടി കളഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയുണ്ട്. അങ്ങനെ ഇവിടെ SC STക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാതെ വരികയാണ്. ഉള്ളതോ കുറേ ലക്ഷം വീട് അല്ലെ സെറ്റിൽമെൻറ്റ്, കുറേ കോളനികൾ. ബാക്കി 100 രൂപ പോലും അവർക്ക് ആർക്കും ലോണും കിട്ടത്തില്ല. ഇത് കാരണം എന്നാൽ അവിടെ ഉള്ളവർ വീണ്ടും ഒരപ്പനും അമ്മയ്ക്കും 2-3 മക്കൾ, പുതിയ തലമുറയ്ക്ക് സ്ഥലം വാങ്ങാനോ വീടിന് ഒന്നും സ്ഥലമില്ല. എവിടെ പോകും? അവിടെ ഇവിടെ എല്ലാം വാടകയ്ക്ക് കിടക്കുന്നു. വാടകയ്ക്ക് കിടന്ന വാടക കൊടുക്കാൻ പൈസയുണ്ടോ? സ്ഥിരമായിട്ട് നല്ല തൊഴിലുണ്ടോ? കൂലി ചെയ്യാൻ പറ്റുന്ന, പണി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇവിടെ മുഴുവൻ ബംഗാളികളും മറ്റുള്ളവരും എല്ലാം കയറി ഇവിടെ ജോലി ചെയ്യുന്നു. മലയാളികൾക്ക് അതുപോലെ ജോലിയില്ല. ഇതൊന്നും തിരക്കാൻ ഇവിടെ സമയമില്ല ആർക്കും. മറ്റുള്ള വടക്കേന്ത്യ അന്യ സംസ്ഥാനങ്ങളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്പ കേരളത്തിൽ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നത് വലിയ മുള എടുക്കാതെ, മറ്റുള്ളവരുടെ തരത്തെ കരടും കാര്യങ്ങളും അറിയാതെ ഇവിടെ കിടന്ന് അങ്ങ് സ്ഥിരം അങ്ങ് പോസ്റ്റ് ഇടുക. ഈ ചുറ്റിനും നടക്കുന്നവർക്ക് ഇന്ന് മലയോര മേഖലകളിൽ താമസിക്കുന്ന എത്ര പേർക്ക് പട്ടയമുണ്ട്? എത്ര പേര് വനഭൂമി കയറിക്കിടക്കാവുന്ന രീതിയിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ന് നാളെ നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ ഏത് അവസ്ഥയിലാവും? ഇതിലപ്പുറമാകാൻ മേലെന്നില്ലേ? എങ്ങനെ ജീവിക്കും? ഈ മലയോര മേഖലയുള്ളവർ എന്തെങ്കിലും കൃഷി ചെയ്താൽ കാട്ടുമൃഗങ്ങളത് കൊടുക്കത്തില്ല. രണ്ടാമതാണെങ്കിൽ ഭൂമി സ്വന്തമെന്ന് പറഞ്ഞ് ബാങ്കിലോട്ട് ലോൺ വെച്ച് 10 പൈസ എടുക്കാനും പറ്റത്തില്ല. പണിയുണ്ടെങ്കിൽ പണിക്ക് പോകുന്ന വളരെ ദുഷ്കരമായ കാര്യങ്ങളാണ്. ഇത്രയും ഹൈ റേഞ്ചുകളിൽ നിന്നൊക്കെ പണിക്ക് വന്നാൽ സ്ഥിരമായിട്ടൊരു പണി കിട്ടുന്ന തൊഴിൽ മേഖലയുണ്ടോ? അതുമില്ല. പറമ്പിൽ നിന്ന് ആദായം എടുക്കാമെന്ന് വെച്ചാൽ അതുമില്ല. എന്നാൽ ഒരു തൊഴിൽ മേഖല സംഘടിപ്പിച്ച് കൊടുക്കുന്ന, ഇവിടെ മാറി മാറി ഭരിച്ചു വരുന്ന സർക്കാർ ഈ SC ST ആൾക്കാരെ, മറ്റുള്ള മലയോര മേഖലയിൽ താമസിക്കുന്നവരെയും ഈ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ എല്ലാം പച്ചയ്ക്ക് ഊമ്പിക്കുക. അതിനകത്ത് ജാതി മതം ഒന്നും നോക്കുന്നില്ല. അതിദരിദ്രരായ ആൾക്കാർ പല സ്ഥലത്തുമൊക്കെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ഒന്നും കാര്യം നോക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തോന്നിവാസങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇട്ടങ്ങ് പോസ്റ്റ് മറ്റുള്ള രാഷ്ട്രീയ അവഹേളനം നടത്തുക. നമ്മുടെ കൺമുന്നിൽ കാണുന്ന നിങ്ങൾക്ക് ആർക്കും പറയാൻ സമയമില്ല, നേരമില്ല, പോസ്റ്റാനും സമയമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മറ്റുള്ള സംസ്ഥാനത്തെ പോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ കാര്യം കൂടെ പോറ്റണം. അല്ലേ നമ്മുടെ നാട് ഇന്നത്തെ തലമുറയ്ക്ക് കുഴപ്പമില്ലായിരിക്കും. വെറും തലമുറ വരുമ്പോൾ മുടിഞ്ഞു പോകും. പണ്ടുള്ളവരൊക്കെ നല്ലതായിട്ടൊക്കെ ജീവിച്ച് കുറച്ചൊക്കെ ചെയ്തുകൊണ്ട് നാട്ടുകാരെ ജനങ്ങൾ ഇപ്പോൾ ഉള്ള തലമുറ സൂഹിക്കുന്നു. ഇനിയുള്ള തലമുറയ്ക്കൊക്കെ ഇതുപോലുള്ള ഓരോ സോക്കേടുകളും കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾക്ക് നോക്കാൻ സമയമില്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നോക്കി നടക്കുവാണ്. നമ്മൾ നിൽക്കുന്ന ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകും. അത് നമ്മളോട്ട് അറിയത്തുമില്ല. അതൊക്കെ എങ്കിലും ഒന്ന് പറ. കാരണം അതുപോലെ നരയിക്കുന്നുണ്ട്. നിങ്ങളാരും അറിയുന്നില്ല. സൂര്യമാന്മാരാരും അറിയുന്നില്ല കേട്ടോ. ഇവിടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് അങ്ങനെയെങ്കിലും അധികാരികളിൽ എടുത്തിട്ടെ. സുരേഷ് ഗോപി പറഞ്ഞെന്ന് പറയുന്നത് കേട്ട് സവർണന SC ST ഭരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നെന്ന് പറയുന്നത് കേട്ട്. ഒരു കണക്കിന് സത്യം പറഞ്ഞാൽ അത് തന്നെ. ഇവിടെ SC ST ഉള്ളവരെ സംവരണ മണ്ഡലത്തിൽ ജയിപ്പിച്ച് മന്ത്രി MLA ഒക്കെ ആക്കും. അവരെന്നിട്ട് മറ്റുള്ളവരുടെ വാക്ക്, മേലാളന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ മേലാളന്മാരുടെ വാക്ക് കേട്ട് നമുക്കൊരുണ്ടേം തരത്തില്ല. നമ്മുടെ എല്ലാ സംവരണങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഫണ്ടെല്ലാം എടുത്ത് മാറ്റിമറിക്കുക അവരും ചെയ്യുന്നത്. കാരണം അവർക്ക് ഇവരെ പേടിയാണ്. ഓച്ചാനിച്ച് നിൽക്കുക. ഇവർ പറഞ്ഞതിനപ്പുറം ഇപ്പുറം അവരും ചെയ്യത്തില്ല. പിന്നെ അതും ഒരു കാരണമാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് നമ്മളെ എങ്ങനെ കളിച്ചാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഓക്കെ, ഗുഡ് ബൈ.